ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഗാരയും തൂക്കിയെടുത്ത് ആ ഒരു വില്ലൻ അവൻ മുൻപോട്ട് പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ടെൻഷനായി ഇപ്പൊ സാൻഡ് വില്ലേജിലുള്ള ഒരുപാട് സെക്യൂരിറ്റീസ് ആവട്ടെ വീണ്ടും വീണ്ടും പേപ്പർ ബോംബുള്ള അമ്പുകള് ഇപ്പൊ വില്ലന് നേരെ എയ്ത് വിടും. അപ്പൊ കങ്കൂർ വിളിച്ചു പറയും, ഇനി അമ്പ് എയ്യരുത്, അമ്പ് എയ്താ ഒരു പക്ഷേ നമ്മുടെ കസികക്ക് ഗാരയുടെ മേലെ അമ്പ് കൊള്ളാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ആരും അമ്പ് ചെയ്യാൻ പാടില്ല. അത് കേട്ട ഉടൻ തന്നെ ഇപ്പൊ എല്ലാവരും അമ്പയിൽ നിർത്തിവെക്കും. വില്ലൻ അങ്ങനെ തന്നെ ഇപ്പൊ ഗാരയെ തൂക്കിയെടുത്ത് ഗ്രാമത്തിന് വെളിയിലേക്ക് പോകും. അത് കണ്ട് കങ്കൂറാവട്ടെ അവൻ എവിടേക്കാ പോണേ? ഗാരയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് അവനെ രക്ഷിക്കണമെന്ന് പറയുമ്പോ ഇവിടെ മാസ്റ്റർ പറയും, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അത് വലിയ അപകടമാണ്. പക്ഷെ കങ്കൂറ കേൾക്കില്ല. അവൻ അങ്ങനെ ചാടി ഇപ്പൊ ആ വില്ലന്റെ പുറകെ തന്നെ ഗാരയെ രക്ഷിക്കാൻ പോവും. അത് കണ്ട് മാസ്റ്റർ വിളിച്ചു പറയും, കങ്കൂറ നീ ടെൻഷൻ ആവണ്ട, എത്രയും പെട്ടെന്ന് പടയാളികളുമായിട്ട് നിന്റെ പിന്നാലെ തന്നെ ഞങ്ങളും എത്തും. ഗാറ കുറച്ച് മുൻപോട്ട് എത്തുമ്പോ തന്നെ അവന്റെ തൊട്ടടുത്ത് ഇപ്പൊ മറ്റ് ഗാർഡ്സ് വരും. ആ ഒരു വില്ലൻ ഇപ്പൊ ഗാറയെ തൂക്കിയെടുത്ത് ഏതോ ഒരു വലിയ മതിലിന്റെ മേലേക്ക് കൊണ്ടുപോകുന്നതായി ഇപ്പൊ കങ്കൂറയും ബാക്കിയുള്ളവരും കാണും. അപ്പൊ കൂടെയുള്ളവർ ചോദിക്കും, അവര് ഗാറയെ ഇപ്പൊ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അതിന് ഗാറ പറയും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് നമുക്ക് ഗാരയെ രക്ഷിക്കണം. ഗാരയെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയാ പിന്നെ ഒരിക്കലും നമുക്ക് അവനെ തിരികെ കിട്ടില്ല. ഇവിടെ ദേദുറ വില്ലനാവട്ടെ ഗാരയെ തൂക്കിയെടുത്ത് സാഹസിയുടെ മുൻപിൽ എത്തിക്കും. ദേദുറ പറയും, ഇവന്റെ പവർ അത് വളരെ കൂടുതലാണ്, ഇവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ച് ഇവിടേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ അതിന് സാസുരി പറയും, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ നിസ്സാരക്കാരനല്ല എന്ന്. ഒരുപാട് നേരായി ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ദാദുറ ചോദിക്കും, നമ്മുടെ പ്ലാൻ അതെല്ലാം റെഡിയല്ലേ? അതിന് സാസുരി, എല്ലാം റെഡിയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയും. രണ്ട് വില്ലന്മാരും ഇപ്പൊ പതിയെ നടന്നു നീങ്ങുമ്പോ ആ ഒരു പക്ഷി ആവട്ടെ ഗാരയെ ചുരുട്ടിയെടുത്ത് അവരുടെ മുൻപിലായിട്ട് ഇപ്പൊ പറന്നു പോവും. കങ്കൂറൻ ടീംസും ആവട്ടെ അവരെ ഫോളോ ചെയ്ത് അവരുടെ പിന്നാലെ തന്നെ ഉണ്ട്. കങ്കൂർ അവിടെ മുഴുവൻ തന്നെ ഇപ്പൊ അന്വേഷിക്കുമ്പോഴായിരിക്കും അവിടെ ഒരു പട്ടാളക്കാരെ പോലും അവൻ കാണില്ല. എന്തുപറ്റി ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെയും ചോദിക്കുമ്പോ അവര് കൂടുതലായിട്ടും അവിടെ മുഴുവനായിട്ടും ഇപ്പൊ അന്വേഷിക്കാൻ തുടങ്ങാണ്. അപ്പൊ അവര് കാണും ലോങ് ഷോട്ടിലായിട്ട് ഒരുപാട് പേര് അവിടെ മരിച്ചു കിടക്കുന്നത്. അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട് കങ്കൂറയും കൂട്ടരും ആവട്ടെ ഇപ്പൊ മരിച്ചു കിടക്കുന്ന പടയാളികളുടെ അടുത്തേക്ക് എത്തി അവരെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കങ്കൂറയ്ക്ക് മനസ്സിലാവും ആ ഒരു വില്ലൻ അവൻ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ മറ്റാരോ ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പായ അറ്റാക്ക് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ കങ്കൂറ അവരെ മുഴുവനായിട്ടും ചെക്ക് ചെയ്യും. എന്നിട്ട് ഉടനെ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഗാരയെ രക്ഷിക്കണം. അതിനിടയില് കുത്തുകൊണ്ട ഏതോ ഒരു പടയാളി അവൻ അനങ്ങുന്നത് കണ്ട് ഒരുത്തൻ വിളിച്ചു പറയും, കങ്കൂറ മാസ്റ്റർ ഓടിവായോ, ഇവൻ അനക്കമുണ്ട്. അത് കണ്ട് കങ്കൂറ വേണ്ട വേണ്ട അവനെ പിടിക്കണ്ടെന്ന് പറയുമ്പോഴേക്കും മറ്റൊരു ഗാർഡാവട്ടെ അവനെ ഇപ്പൊ താങ്ങിയെടുക്കും. അപ്പോഴായിരിക്കും അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ഒരു പേപ്പർ ബോംബ് കാണാം. അതങ്ങനെ തന്നെ ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കുമ്പോ ഇവിടെ ദൈതുറ വില്ലൻ പറയും, സാസുരി നിന്റെ പ്ലാൻ അത് അടിപൊളിയാണ്, അത് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അവര് ഹായ് ആയിട്ട് ഇപ്പൊ മുൻപോട്ട് നടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ 2.5 വർഷത്തിന് ശേഷം അവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വീട് കാണുമ്പോ തന്നെ കുട്ടപ്പൻ എന്തോ വലിയ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അവിടേക്ക് ചാടിക്കയറും. കുട്ടപ്പൻ പതിയെ ഇപ്പൊ റൂമിലേക്ക് കയറി പഴയൊരു ഫോട്ടോ എടുത്തു നോക്കി അവൻ പറയും, 2.5 വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോ തിരിച്ചെത്തിയിരിക്കുകയാണ് സാസുക. കട്ട് ചെയ്താ ഇപ്പൊ മാസ്റ്ററും ബാക്കിയുള്ളവരും കങ്കൂർ നിന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. അപ്പൊ ഒരു ലോങ് ഷോട്ടിൽ കാണും വലിയൊരു പൊട്ടിത്തെറി നടന്ന് ഒരുപാട് പാറകള് ഇപ്പൊ കൂട്ടമായിട്ട് കിടക്കുന്നത്. അപ്പൊ അതേ സമയത്ത് പാറകൾ തകർത്ത് കങ്കൂറാവട്ടെ 2 പേരെ രക്ഷിച്ച് ഇപ്പൊ പുറത്തേക്ക് വരും. എല്ലാവരും കങ്കൂറെ നോക്കി വണ്ടർ അടിച്ചു നിൽക്കുമ്പോ കങ്കൂറ പറയും, എനിക്ക് 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ, എത്രയും പെട്ടെന്ന് ഇവരെ മെഡിക്കൽ ടീംസിന് അടുത്തെത്തിക്കണം, ഞാൻ ഇപ്പൊ തന്നെ ഗാരയെ രക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞ് കങ്കൂറ വീണ്ടും ഗാരയുടെ അടുത്തേക്ക് ഓടാൻ തുടങ്ങും. കങ്കൂറ പോകാൻ നേരം ഇപ്പൊ മാസ്റ്റർ നിലവിളിച്ച് പറയും, അവര് വളരെ സ്ട്രോങ് ആണ്, ഗാരയെ പോലും അവരടിച്ചു തോൽപ്പിച്ചു. അതിന് കങ്കൂറ പറയും, അതെനിക്കറിയാം, പക്ഷെ ഇതല്ലാതെ എന്റെ മുൻപില് വേറെ യാതൊരു വഴിയുമില്ല. കങ്കൂറ ഒരുപാട് നേരം മുൻപോട്ടേക്ക് എത്തുമ്പോഴായിരിക്കും അവിടെ മുഴുവൻ ഒരുപാട് കാൽപാദങ്ങൾ കാണുക. അവന് മനസ്സിലാവും തീർച്ചയായിട്ടും ഇതൊരു ട്രാപ്പാണ്. അപ്പൊ താഴത്തായിട്ട് ഇപ്പൊ ഗാരയുടെ സാൻഡ് കാണുമ്പോ കങ്കൂറയ്ക്ക് മനസ്സിലാവും ഇത് ഗാരയുടെ സാൻഡാണ്, ഉറപ്പായിട്ടും അവർ ഈ വഴി തന്നെയായിരിക്കും അവനെ കൊണ്ടുപോയിരിക്കുക. കങ്കൂറ കറക്റ്റ് വഴിയില്
ഇപ്പൊ അവരെ ഫോളോ ചെയ്യുമ്പോ ഗാരയുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ പതിയെ പതിയെ അവന്റെ സാൻഡ് അത് ഇളകി വീണ് കൊണ്ടേയിരിക്കും. ഇവിടെ മാസ്റ്ററിന്റെ കൂടെയുള്ളവരില് ഒരു വിഭാഗം പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ഗാരയെ രക്ഷിക്കണം. മറ്റൊരു വിഭാഗം പറയും ലീഫ് വില്ലേജിനോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മിഷനില് ജയിക്കാൻ കഴിയും. ഇവിടെ ആ രണ്ട് വില്ലന്മാരും ഇപ്പൊ ഗാരയെ തൂക്കിയെടുത്ത് മുൻപോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പൊ ഗാരയും ഒരുപാട് ദേഷ്യത്തില് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. സാൻഡ് വില്ലേജില് ഇപ്പൊ വേറൊരുത്തനാവട്ടെ ഒരു പക്ഷിയുടെ മേലെ സാൻഡ് വില്ലേജിലെ ഇപ്പോഴത്തെ അവസ്ഥ അത് അറിയിച്ചുകൊണ്ട് ഒരു ലെറ്റർ ലീഫ് വില്ലേജിലേക്ക് അയക്കും. സാൻഡ് വില്ലേജിലെ ആളുകളെല്ലാം തന്നെ ഇപ്പൊ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. അതേസമയം വില്ലന്മാര് അവര് കൂളായിട്ട് ഇപ്പൊ മുൻപോട്ട് നടന്നു പോവാണ്. കങ്കൂറ കുറച്ചും കൂടെ മുൻപോട്ട് എത്തുമ്പോ വീണ്ടും ഒരുപാട് കാൽപാദം കാണും. കങ്കൂറ കഷ്ടപ്പെട്ട് വീണ്ടും ഗാരയുടെ മണ്ണ് കണ്ടുപിടിച്ച് അതുവഴി അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇവിടെ ആ ഒരു പക്ഷി ആവട്ടെ അത് പറന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുവരെ അതിന് ലീഫ് വില്ലേജ് എത്താൻ കഴിഞ്ഞിട്ടില്ല. കട്ട് ചെയ്ത ഇവിടെ കാക്കാശി ആവട്ടെ ആ ഒരു ബുക്ക് അത് വായിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വായിച്ച് ഇപ്പൊ നേരം വെളുക്കുമ്പോഴായിരിക്കും മിഷനെ കുറിച്ചുള്ള കാര്യം കാക്കാശി ഓർക്കുക. ഇവിടെ ടെമരി ആവട്ടെ എന്തോ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ പുറത്തേക്ക് ഹായായിട്ട് നടന്നു വരായിരിക്കും. അപ്പോഴായിരിക്കും അവള് പുറത്ത് കാണുക ഷിക്കമറു അവളെയും കാത്ത് ഇത്രയും നേരം പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ ഷിക്കമറു പറയും എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നീ മാത്രം എഴുന്നേറ്റിരിക്കുകയാണോ? നിനക്ക് വർക്കിനോട് ഒരുപാട് ആത്മാർത്ഥത ഉണ്ടല്ലോ ചോദിക്കുമ്പോ അവള് പറയും ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ ഒരുപാട് ദിവസമായി, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് പോകണം. അത് കേട്ട ഉടനെ ഷിക്കമരു ആവട്ടെ എന്തെങ്കിലും കഴിക്കാനായി അവളെ നിർബന്ധിക്കാൻ തുടങ്ങും. അതിന് അവള് പറയും വേണ്ട വേണ്ട, പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിച്ചോളാം. അതൊക്കെ ഇരിക്കട്ടെ, നിന്റെ ജോലി ഇപ്പൊ എന്താണെന്ന് ടെമരി അവനോട് ചോദിക്കുമ്പോ അവൻ പറയും എന്റെ ജോലി അതിപ്പോ നിനക്ക് വഴികാട്ടി തരിക എന്നത് മാത്രമാണെന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയും. അതിന് അവള് പറയും നെക്സ്റ്റ് ടൈം തീർച്ചയായിട്ടും നമുക്ക് കണ്ടുമുട്ടാം, എനിക്ക് പോവാൻ സമയമായെന്ന് പറഞ്ഞ് അവള് വളരെ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് നടക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. 2.5 വർഷത്തിന് ശേഷം അവനിപ്പോ മിഷന് പോവാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. വീടൊക്കെ വൃത്തിയാക്കി അവൻ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുമ്പോ അതേ സമയത്ത് ഇവിടെ സാക്കുറയും ഇപ്പൊ മിഷന് പോകാനായിട്ട് ഒരുപാട് എക്സൈറ്റഡ് ആണ്. കട്ട് ചെയ്ത ടെമരി ആവട്ടെ അവള് നടന്നു പോകുന്ന വഴിയില് ഒരു കാറ്റ് വീശുമ്പോ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നും. എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവള് വളരെ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് പോകുമ്പോ ഇവിടെ വില്ലന്മാർക്ക് യാതൊരു കുലുക്കവും ഇല്ലാതെ ഗാറയെ പൊക്കി എടുത്തു കൊണ്ടുപോവാണ്. ഗാറയുടെ സാൻഡ് അത് പതിയെ അവനിപ്പോ ഒരുപാട് നഷ്ടപ്പെട്ടു. അപ്പൊ സാസുരി അവൻ ഒരു സെക്കൻഡ് അവിടെ നിന്നിട്ട് പറയും നമ്മളെ തേടി നമ്മുടെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പൊ ആരോ എത്തിയിട്ടുണ്ട്. വില്ലന്മാര് രണ്ടുപേരും ഇപ്പൊ ടെൻഷൻ അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അത് മറ്റാരുമല്ല സാക്ഷാൽ കങ്കുറ. സാസുരി വില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് കങ്കൂറയുടെ മുൻപിലേക്ക് ചാട്ടി അങ്ങോട്ട് വീഴും. കങ്കൂറ ഒട്ടനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന 3 സ്ക്രോൾ എടുത്ത് അവിടേക്ക് വിരിച്ചു വെക്കും. സ്ക്രോളിന്റെ സഹായത്താല് കങ്കൂറ ആവട്ടെ അവിടേക്ക് 3 പപ്പടുകളെ കൊണ്ടുവരുമ്പോ ഇവിടെ ദേദുര ആവട്ടെ അവൻ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. പക്ഷെ സാസുരി അവന് യാതൊരു കുലുക്കം ഉണ്ടാവില്ല. കങ്കൂറ പറയും നീ ഇപ്പൊ തന്നെ ഗാറയെ തിരിച്ചു തന്നോ, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന് പറയുമ്പോ അതേ സമയത്ത് ഇവിടെ കുട്ടപ്പനും സാക്കുര ആവട്ടെ പുതിയ മിഷന് വേണ്ടി ഇപ്പൊ ഒരുപാട് ഹാപ്പി ആയിട്ട് കാക്കാഷിയുടെ അടുത്തേക്ക് വരും. കാക്കാഷി ലേറ്റ് ആയിട്ട് വരുന്ന കണ്ട് കുട്ടപ്പന് കളി കയറി നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്ത് കാര്യത്തിനും നീ ലേറ്റ് ആയിട്ടേ വരൂന്ന് പറയുമ്പോ ഇവിടെ കാക്കാഷിക്ക് ഒരുപാട് വിഷമായി. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്നോടുള്ള റെസ്പെക്ട് അത് ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ എന്താകും എന്റെ കഥ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഒരു പക്ഷി പറന്നു വരുന്ന കാണുക. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു ദേദുര വില്ലൻ അവന്റെ പക്ഷി ഉപയോഗിച്ച് കാറെ ചുരുട്ടിയെടുത്ത് അവിടുന്ന് പറന്ന് ഇപ്പൊ ദൂരത്തേക്ക് പോവും.